ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ആദ്യമായി പ്രതിപക്ഷ നേതാവിനെ ഞങ്ങളുടെ അഭിനന്ദനം പ്രത്യേകം പറയാൻ കാരണം, ഈ 5 കൊല്ലത്തോളം ഒരു ബന്ധില്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു സന്തോഷം ആദ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ഇപ്പോൾ കേരളം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി സാധാരണ ജനങ്ങളെ മാത്രമല്ല എല്ലാവരെയും കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ അത് സംസ്ഥാനമായാലും രാജ്യമായാലും വ്യക്തിയായാലും തകർന്ന് തരിപ്പണമാവും. അതിന്ന് വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമ്മുടെ ധനകാര്യമന്ത്രി വരെ സമ്മതിച്ചിട്ടുണ്ട്. അതിനങ്ങ് എന്താണ് പരിഹാരം കാണണേ എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടിയുള്ളൂ. ഈ ഞങ്ങളിപ്പോൾ വിളിച്ച മാതിരി ഈ GDPയുടെ ഒരു ഭാഗമാണ് ഞങ്ങൾ വ്യാപാരികൾ എന്നും കൂടി മനസ്സിലാക്കി പുതിയ ഭരണം വരുമ്പോഴും ഒരു കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഒരു ചർച്ചയ്ക്കുള്ള ഒരു അവസരം കൂടി ഒരുക്കി തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ബന്ദ് നടത്താത്തതിനൊരു അഭിനന്ദനമാണ് പറഞ്ഞത്. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യം, കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ബന്ദും ഹർത്താലും നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് വെച്ചു, 2 അഭിപ്രായം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, തമിഴ്നാട്ടിലില്ല, ബംഗാളിലില്ല, മഹാരാഷ്ട്രയിലില്ല, ഡൽഹിയിലില്ല. ഇവിടെ മാത്രം ഹർത്താലിന് സമാനമായ പണിമുടക്ക്. ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മൾ ഈ വിദേശത്തു നിന്നൊക്കെ ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാന്ന് പറഞ്ഞിട്ട് ആളുകളെ വിളിക്കുകയാണ് ഇങ്ങോട്ട്. ഈ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ, ഇടത്തരക്കാർ, അവരുടെ 2 വർഷത്തെ സമ്പാദ്യത്തിൽ നിന്നൊരു ഷെയർ മാറ്റി വെച്ചിട്ടാണ് ടൂറിന് വരുന്നത്, ടൂറിസ്റ്റുകളായിട്ട് വരുന്നത്. അവർ 1 വർഷം മുമ്പേ ബുക്ക് ചെയ്യും. അവരിവിടെ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഇവിടെ ഹർത്താലാണെന്ന് അറിയുന്നത്. ഒരു ടാക്സി കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല. അവർ പോയിട്ട് കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്താണ്? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്ന് ആരെങ്കിലും വരുമോ? ഇവിടെ എപ്പോഴും ഹർത്താലും ബന്ധും പണിമുടക്കമാണ്. അപ്പോൾ കാലഹരണപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ആ കോസിനോടൊന്നും ഞാനെതിരല്ല, ആ കോസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതിന് നമ്മൾ വേറെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ബാങ്കിൽ പോകരുത്, നിങ്ങൾ ജോലിക്ക് പോകരുത്, നിങ്ങൾ സ്കൂളിൽ പോകരുത്, നിങ്ങൾ ആശുപത്രിയിൽ പോകരുത് എന്നൊരു സംഘടിത സമൂഹം ആജ്ഞാപിക്കുകയാണ്. ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്?